വിദേശ സന്ദർശനം കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തി. ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുകയാണ്. മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കം. ദുബായ് തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിൽ പുലർച്ചെ 3 മണിക്കാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, വളരെയധികം ശക്തമായ വിമർശനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇനി ഈ വിമർശനങ്ങൾക്കൊക്കെ തന്നെ മറുപടി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ ഉള്ളത്? വിഷ്ണു, മുഖ്യമന്ത്രിയുടെ യാത്രയും തിരിച്ചുവരവും ആരും അറിയാതെ തന്നെയാണ് ആയിരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത്. അദ്ദേഹം യാത്ര പുറപ്പെട്ട സമയത്തും അതുപോലെ തന്നെ തിരിച്ചെത്തുന്ന സമയവും അതീവ രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത്. മറ്റ് ആരോടും പറയാതെ പെട്ടെന്ന് യാത്ര വെട്ടിച്ചുരുക്കിയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2 ദിവസം മുമ്പേ 2 ദിവസത്തിന് ശേഷമാണ് എത്തേണ്ടിയിരുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. യാത്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യ അതുപോലെ തന്നെ തുടങ്ങിയ 3 രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടാണ് അദ്ദേഹം ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഈ കാലയളവിലുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല. അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. മറ്റൊന്ന്, ഗുണ്ടാ ആക്രമണങ്ങൾ പെരുകുന്നു. ഇത്തരത്തിൽ അനവധി വിഷയങ്ങൾ, പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര എന്നത്. മന്ത്രിസഭ അടിയന്തരമായി നടത്തേണ്ട മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള യാത്രയ്ക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം പ്രതിപക്ഷവും BJPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയെ യാത്രയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു യാത്ര നടത്തേണ്ട സാഹചര്യം എന്താണ് എന്നതടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൽ ഈ യാത്രയുടെ സ്പോൺസർ ആര് എന്നതിനെ പറ്റിയെല്ലാം ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്, തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് ഇന്ന് പ്രധാനമായി ചെയ്യേണ്ട പരിപാടികളൊന്നും നിലവിൽ ചാർട്ട് ചെയ്തിട്ടില്ല. അതായത് നേരത്തെ ഈ പറഞ്ഞതിലും നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുഖ്യമന്ത്രിക്ക് നിലവിൽ തലസ്ഥാനത്ത് പരിപാടികളൊന്നുമില്ല. അദ്ദേഹം 3 മണിക്കാണ് ഇന്ന് അദ്ദേഹം എത്തിയത്. ദുബായിൽ നിന്നുള്ളൊരു വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. 3:30 വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ഇത്തരമുള്ള വിവാദങ്ങളിൽ എല്ലാം ആ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് മുഖ്യമന്ത്രി കാറിലേക്ക് കയറി വീട്ടിലേക്ക് യാത്ര ചെയ്തത്. ഈ നിലവിലുണ്ടായ ഗുണ്ടാക്രമണങ്ങൾ അടക്കമുള്ള വിവാദം, അതുപോലെ തന്നെ യാത്രയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദം, ഈ വിവാദങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. പ്രതികരിക്കാതെ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ നടക്കുക. ഒട്ടേറെ വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. ഈ ഗുണ്ടാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ തലസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ തലസ്ഥാനത്തുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി ഇനി മറുപടി പറയേണ്ടി വരും. എന്തായാലും മന്ത്രിസഭാ യോഗവും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാണാനാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മറ്റ് മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ഉണ്ടാകും. അതുപോലെ തന്നെ തുടർ പരിപാടികളും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെതായ തുടർ പരിപാടികളും ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പറഞ്ഞതിലും നേരത്തെ തന്നെയാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നത്. ആ തിരിച്ചെത്തിയതിലും ഒരു സസ്പെൻസ് അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. അതായത് യാത്രയിലും എങ്ങനെയാണോ ആ സസ്പെൻസ് നിലനിർത്തിയിരിക്കുന്നത്, ആരോടും മിണ്ടാതെ രഹസ്യമായി പോയത്, ആ രഹസ്യമായി തന്നെയാണ് അദ്ദേഹം തിരിച്ചുമെത്തിയത്. ഏതാനും ചില ആളുകൾക്ക് മാത്രമാണ് ഈ യാത്രയുമായിട്ടുള്ള ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചിരുന്നുള്ളൂ, ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണ് അതീവമായി രഹസ്യമായിട്ടാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തിയത്. മുഖ്യമന്ത്രിയും ഭാര്യയും ചെറുമകനും അടങ്ങുന്ന സംഘമാണ് 3 പേരാണ് എന്തായാലും തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് 3 മണിയോടുകൂടിയാണ് ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്, തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വിഷ്ണു.